വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് പ്രിട്ടീമീസ് ആണ്. അപ്പം നമ്മുടെ ബയോടെക്നോളജി എന്ന് പറയുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൂടുതൽ റീറ്റേജിന് വരുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ്. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് ഈ ഒരു യൂണിറ്റിൽ നിന്ന്, അതായത് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്, ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ, ഈ രണ്ട് ചാപ്റ്ററിലെയും കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ മക്കളും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷുവർ ആയിട്ട് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ക്ലാസ് ഇഷ്ടമാണെങ്കിലും ചാപ്റ്റർ സിമ്പിൾ ആക്കി തന്നിട്ടുണ്ടെങ്കിലും കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഐഡന്റിഫൈ ദ പ്രോസസ്, റൈറ്റ് ദ സ്റ്റെപ്പ് ഓഫ് ദിസ് പ്രോസസ്, വാട്ട് ഇസ് എ പ്രൈമർ എന്നാണ്. ഈ പ്രോസസ്സ് കാണുമ്പോൾ നമുക്കറിയാം ഇത് ഏത് ടെക്നിക്കാണ്, PCR ടെക്നിക്കാണ്, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. റൈറ്റ് ദ സ്റ്റെപ്സ്, 3 സ്റ്റെപ്പുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഡീനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ ആണ് അല്ലേ. അപ്പോൾ പോളിമറൈസ് ചെയിൻ റിയാക്ഷന്റെ സ്റ്റെപ്പ് എന്തായാലും പഠിച്ചു വെക്കാം. ഇനി എന്താണ് പ്രൈമർ എന്നാണ് ക്വസ്റ്റ്യൻ. സ്മോൾ കെമിക്കലി സിന്തസൈസ്ഡ് ഒളിഗോന്യൂക്ലിയോടൈഡ് ദാറ്റ് ആർ കോംപ്ലിമെന്ററി ടു ദ റീജിയൻസ് ഓഫ് DNA. DNA കോംപ്ലിമെന്ററി ആയിട്ടൊരു ചെറിയ ഒളിഗോന്യൂക്ലിയോടൈഡ്സുകൾ ഉണ്ട്. അതാണ് ആ കട്ട് ചെയ്തതിൽ നിന്ന് പുതിയ സ്ട്രാൻഡിനെ കൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. അതിനെയാണ് നമ്മൾ പ്രൈമർ എന്ന് പറയുന്നത്. Second question, different steps in RDNA technology are given below. Arrange them in correct sequential order. Ligation of DNA into vector, culturing, host cell, isolation. ഇതിലെല്ലാം ഓർഡർ തന്നിട്ടുണ്ട്. അത് നമ്മൾ കറക്റ്റ് സീക്വൻസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ആദ്യം നടക്കുന്നത് എന്താണ്? ഐസൊലേഷൻ ഓഫ് DNA ആണ്. രണ്ടാമത്തേതാണ് ഫ്രാഗ്മെന്റേഷൻ ഓഫ് DNA. മൂന്നാമത്തേതോ ഐസൊലേഷൻ ഓഫ് ഡിസയേർഡ് DNA ഫ്രാഗ്മെന്റ്. അടുത്തത് ലിഗേഷൻ ആണ്. ഐസൊലേറ്റ് ചെയ്തു, ലിഗേറ്റ് ചെയ്തു, ആൻഡ് ട്രാൻസ്ഫറിങ് RDNA ടു ഹോസ്റ്റ്. പിന്നെ നമ്മൾ ഹോസ്റ്റിലേക്ക് എന്ത് ചെയ്തു? ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. കൾച്ചറിങ് ഓഫ് ഹോസ്റ്റ് സെൽ ഇൻ എ മീഡിയം അറ്റ് ലാർജ് സ്കെയിൽ. എന്നിട്ട് നമ്മൾ അതിനെ കൾച്ചറിങ് നടത്തുകയാണ് ചെയ്യുന്നത്. അടുത്തത് ഒബ്സർവ് ദ പിക്ചർ ഗിവൻ ബിലുമാണ്. ബയോറിയാക്ടർ ഐഡന്റിഫൈ ചെയ്യാനാണ്, അതിന്റെ യൂസുമാണ്. ഇത് സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ ആണ്. ലാർജ് വോളിയൂംസിൽ നമുക്ക് പ്രൊഡക്റ്റിനെ ഉണ്ടാക്കാം. വാക്സിൻസ് ആയിക്കോട്ടെ, ഹോർമോൺസ് ആയിക്കോട്ടെ, എല്ലാത്തിനെയും. ആൻഡ് ഇതിന് കറക്റ്റ് ഒപ്റ്റിമം ടെമ്പറേച്ചറിൽ pH നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിന്റെ ഇടയിൽ തന്നെ നമുക്ക് സാമ്പിൾസിനെ കളക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യാനും പറ്റുന്ന ഒരു ടെക്നോളജിയാണ് സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടറിന്. Then identify missing feature of a cloning vector ആണ് തന്നിട്ടുള്ളത്. സൈറ്റ് ഓഫ് റിക്കഗ്നീഷൻ എൻസൈം വേണം, അതുപോലെ സെലക്ടബിൾ മാർക്കർ വേണം, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ സൈറ്റും വേണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ORI സൈറ്റും വേണം. Choose the correct answer. DNA fragments with same kind of sticky ends can be joined by. രണ്ടിനെയും ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണെന്നാണ്? ഇറ്റ് ഈസ് ലിഗേസ് എൻസൈം ആണ്. Then choose the correct answer. First restriction endonuclease isolated. ആദ്യമായിട്ട് നമ്മൾ restriction endonuclease isolate ചെയ്തത് HindII ആണ് കേട്ടോ. Then name the instrument used to produce large quantity of recombinant protein. ലാർജ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത് ഏതാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ബയോറിയാക്ടർ ആണ്. നെയിം ദ ടെക്നിക് യൂസ് ടു സെപ്പറേറ്റ് ഫ്രാഗ്മെന്റ്സ് ഓഫ് DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്നത് ഏതാണ്? അഗാറോസ് ആണ്. അതുകൊണ്ട് നമുക്ക് അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്നുകൂടെ പറയാവുന്നതാണ്. ഇനി അടുത്തത് polymerase chain reaction is a technique used in RDNA technology. Write the function of PCR in RDNA and name the thermostable polymerase. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കാൻ, ആംപ്ലിഫിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് PCR ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. മാത്രമല്ല ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു എൻസൈം ഉണ്ട്, അതാണ് ടാഗ് പോളിമറേസ് എൻസൈം. ഹൈലി തെർമോസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എൻസൈമാണ് ഈ ഒരു എൻസൈം. ഒബ്സർവ് ദ ഡയഗ്രാം, ഐഡന്റിഫൈ ക്ലോണിംഗ് വെക്ടർ. PBR322 എന്ന വെക്ടറാണ്. 3 ഫീച്ചേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, സെലക്ടബിൾ മാർക്കർ, അതുപോലെ ക്ലോണിംഗ് സൈറ്റ്സ് വേണം എന്നുള്ളത് അല്ലേ. അപ്പം രണ്ടിലും പ്ലാന്റ്സിലും ആനിമൽസിലും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. വിച്ച് ഇസ് ദ തെർമോസ്റ്റേബിൾ എൻസൈം യൂസ്ഡ് ഇൻ PCR? ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് ഏത് ബാക്ടീരിയത്തിൽ നിന്നാണ് എടുത്തത്? ടാഗ് പോളിമറേസ് ആണ്. തെർമസ് അക്വാട്ടിക്കസ് എന്ന ബാക്ടീരിയയിൽ നിന്നാണ് ഈ ഒരു എൻസൈം നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിരിക്കുന്നത്. Briefly describe downstreaming process. എന്താണ് മക്കളെ downstreaming process? A series of process before it is ready for marketing as a finished product, and the process includes separation and purification. എന്തിനു വേണ്ടിയിട്ടാണ് ബയോറിയാക്ടർ യൂസ് ചെയ്യുന്നത്? നമ്മൾ മാർക്കറ്റിംഗിലേക്ക് ഇറക്കുന്നതിന് മുന്നേ, നമ്മൾ ഡൗൺ സ്ട്രീമിങ് ഈ പ്രോസസ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ്? നമ്മുടെ പ്രൊഡക്റ്റ്, ഫൈനൽ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് കമേഴ്ഷ്യലി അവൈലബിൾ ആക്കുന്നതിന് മുന്നേ തന്നെ അതിനെ ഒന്ന് റീചെക്ക് ചെയ്യാനും, ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് ചെയ്യാനും, സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ നടത്തുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? ഡൗൺ സ്ട്രീമിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഡെഫിനിഷൻ പഠിച്ചു വെക്കുക.
EcoR1 is an example of restriction enzyme. List out criteria for naming a restriction enzyme. എങ്ങനെ നമ്മൾ പേര് കൊടുക്കുന്നു? ഒന്നാമത്തെ ഫസ്റ്റ് ലെറ്റർ ഓഫ് ജീനസ് എന്ന് പറയുന്നത് എന്താ? ബാക്ടീരിയയുടെ നെയിം ആയിരിക്കും. സെക്കൻഡ് ആൻഡ് തേർഡ് ലെറ്റർ എന്താണ്? ഫസ്റ്റ് 2 ലെറ്റർ ഓഫ് സ്പീഷീസ് ആണ്. അതുപോലെ ഫോർത്ത് ലെറ്റർ എന്ന് പറയുന്നതോ ഡിറൈവ്ഡ് ഫ്രം ദ നെയിം ഓഫ് സ്ട്രെയിൻ ഓഫ് ബാക്ടീരിയ. ആൻഡ് ഫോർത്ത് നമ്മൾ പറഞ്ഞു അല്ലേ, റോമൻ നമ്പർ ആയിരിക്കും. അപ്പം ആദ്യത്തേത് ജീനസ് നെയിമിന്റെ ഫസ്റ്റ് ലെറ്റർ, അടുത്തത് സ്പീഷീസ് നെയിമിന്റെ ഫസ്റ്റ് 2 ലെറ്റർ, പിന്നെ അത് സ്ട്രെയിൻ, പിന്നെ അത് ഏത് ഓർഡറിൽ നിന്നാണ് എൻസൈം എടുത്തത് എന്നുള്ളത്. അത് വെച്ചിട്ടാണ് EcoR1, HindII എന്നിങ്ങനെ പേരുകൾ നമ്മൾ കൊടുക്കുന്നത്. How we can visualize DNA fragments in gel electrophoresis? നമ്മൾ എന്ത് ചെയ്യുന്നു? എത്തിഡിയം ബ്രോമൈഡ് വെച്ച് സ്റ്റെയിൻ ചെയ്യുന്നു, എന്നിട്ടോ UV ലൈറ്റിൽ എക്സ്പോഷർ നടത്തുമ്പോഴാണ് ബ്രൈറ്റ് ഓറഞ്ച് കളറിൽ നമുക്കതിനെ എക്സ്പോസ് ചെയ്യാൻ പറ്റുന്നത്. How can we make bacterial cell competent for transformation with recombinant DNA? എങ്ങനെയാണ് നമ്മൾ ബാക്ടീരിയൽ സെല്ലിനെ കോമ്പീറ്റന്റ് ആക്കി എടുക്കുന്നത്? എങ്ങനെയാണ്? By treating bacteria with specific concentration of a divalent cation such as calcium. കാൽസ്യത്തിന് ഡൈവാലന്റ് കാറ്റയോൺ വെച്ച് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുന്നു. ഇൻക്രീസസ് ദ എഫിഷ്യൻസി വിത്ത് ദ DNA ഉണ്ട് അല്ലേ? എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ദ ബാക്ടീരിയ ത്രൂ പോസ് ഇൻ സെൽ വാൾ, അതിൻ്റെ ഉള്ളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. Recombinant DNA can be forced into such a cell by incubating the cell with recombinant DNA on ice. നമ്മൾ എന്ത് ചെയ്യുന്നു? ഐസിൽ വെച്ചിട്ട് അതിനെ ഇൻക്യുബേറ്റ് ചെയ്തെടുക്കുന്നു. ഫോളോഡ് ബൈ പ്ലേസിംഗ് ദം ബ്രീഫ്ലി അറ്റ് 42 ഡിഗ്രി സെൽഷ്യസ്. അതിൽ നിന്ന് ശേഷം ഡയറക്ട്ലി 42 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഈ രീതിയിലാണ് നമ്മൾ അതിനെ കോമ്പീറ്റന്റ് ആക്കി എടുക്കുന്നത് കേട്ടോ. അടുത്ത നോക്കാം. Observe the nucleotide sequence given below. Name this kind of nucleotide sequence and define the sequence. ഏതാണിത്? നമ്മുടെ പാലൻഡ്രോമിക് സീക്വൻസ് ആണ് അല്ലേ? എന്താണിത്? It is a sequence of base pair that read same on the 2 strand in the same direction. സെയിം ഡയറക്ഷനിൽ പോകുന്നതാണ് എന്ത്? ഈ ഒരു സീക്വൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ആണ്, ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. ഓക്കെ, വീണ്ടും PCR തന്നെ ചോദിച്ചിട്ടുണ്ട്. തെർമോസ്റ്റേബിൾ DNA തന്നെയാണ്, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ്. ആംപ്ലിഫിക്കേഷൻ ഓഫ് ഡിസൈഡ് ജീനാണ് ഈ പ്രോസസ്സ് വഴി നമ്മൾ നടത്തുന്നത്. ടാഗ് പോളിമറേസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈമും. ഓക്കെ, സ്റ്റെപ്പുകൾ നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി ജെൽ ഇലക്ട്രോഫോറസിസ് നോക്കുക. നെയിം ദ ടെക്നിക് ഇല്ലസ്ട്രേറ്റഡ് ഇൻ ദ ഫിഗർ. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്. ഇതേതാണ്? ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. എങ്ങനെയാണ് ഇവിടുത്തെ പ്രോസസ് നടത്തുന്നത്? ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പോസിറ്റീവ് ആനോഡ് അവിടെ കെപ്റ്റ് ചെയ്യുന്നു. ആൻഡ് ഈ നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള DNA എന്ത് ചെയ്യുന്നു? പോസിറ്റീവിലേക്ക് അതിൻ്റെ സൈസിനനുസരിച്ച് മൂവ് ചെയ്യുന്ന കാണാം അല്ലേ? സോ ദ DNA ഫ്രാഗ്മെന്റ് സെപ്പറേറ്റ് അക്കോർഡിംഗ് ടു ദെയർ സൈസ് ത്രൂ സീവിംഗ് ഇഫക്റ്റ് പ്രൊവൈഡഡ് ബൈ അഗാറോസ് ജെൽ. അഗാറോസ് ജെൽ കൊടുക്കുന്ന ആ ഒരു സീവിംഗ് ഇഫക്റ്റ് വഴിയാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഒരു മൂവ്മെന്റ് നടക്കുന്നത്. ആൻഡ് സ്മോളർ ഫ്രാഗ്മെന്റ് സൈസ് ഫാദർ, ഏറ്റവും സ്മോളർ ആയതായിരിക്കും ഏറ്റവും അങ്ങേ അറ്റത്തേക്ക് മൂവ് ചെയ്യുന്നത്. സോ സെപ്പറേറ്റഡ് DNA ഫ്രാഗ്മെന്റ്സ് ക്യാൻ ബി വിഷ്വലൈസ്ഡ് ഓൺലി ആഫ്റ്റർ സ്റ്റെയിനിങ് ദ DNA വിത്ത് കോമ്പൗണ്ട് നോൺ ആസ് എത്തിഡിയം ബ്രോമൈഡ് ഫോളോഡ് ബൈ എക്സ്പോഷർ ടു UV റേഡിയേഷൻ. ഇതിനെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എത്തിഡിയം ബ്രോമൈഡ് എന്ന സ്റ്റെയിൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ UV ലൈറ്റിലേക്ക് എക്സ്പോഷർ ചെയ്യുന്നു. എന്നിട്ട് എല്യൂഷൻ എന്ന ടെക്നിക്ക് വഴിയാണ് അതിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. നമ്മുടെ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ അല്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യൂറേറ്റീവ് മെത്തേഡ് ഫോർ ADN ഡെഫിഷ്യൻസി? ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരിക. വാട്ട് ഡസ് BT സ്റ്റാൻഡ്സ് ഫോർ? BT എന്ന് പറയുന്നത് എന്താണ്? ബാസിലസ് തുറിഞ്ചിയൻസിസ് ആണ്. ബാസിലസ് തുറിഞ്ചിയൻസിസ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്. ആനിമൽസ് ദാറ്റ് ഹാവ് their DNA altered and express a foreign gene. അതിന് നമ്മൾ പറയുന്നത് ഏതാണ്? ട്രാൻസ്ജെനിക് ആനിമൽസ്. Expand ELISA, enzyme linked immunosorbent assay. ഇതാണ് എലൈസയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ചൂസ് ദ കറക്റ്റ് ആൻസർ. മോളിക്കുലർ ഡയഗ്നോസിസ് ടെക്നിക് ദാറ്റ് വർക്ക്സ് ഓൺ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ആന്റിജൻ ആന്റിബോഡി റിയാക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഇതാണ് എലൈസ ടെക്നിക്കാണ്. ഫസ്റ്റ് ചാർജനിക് കൗ ദാറ്റ് പ്രൊഡ്യൂസ് ഹ്യൂമൻ പ്രോട്ടീൻ എൻറിച്ച്ഡ് മിൽക്ക് ഏതാണ്? അത് നമ്മുടെ റോസി ആണ് കേട്ടോ, റോസി ആണ്. നെയിം ദ ക്രൈജീൻ ദാറ്റ് കൺട്രോൾ കോൺ ബോറർ ഇൻസെക്ട്. കോൺ ബോറർ ഇൻസെക്ടിനെ എന്താണ് കൺട്രോൾ ചെയ്യുന്ന ക്രൈജീൻ ഏതാണെന്നാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഏതാണ്? നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനാണ്. നമ്മൾ Cry1 EBയും Cry2 EBയും പഠിക്കുന്നുണ്ട്. ഇത് ഏതാണെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇത് നിങ്ങൾക്ക് പലപ്പോഴായിട്ട് മാറിപ്പോകുന്നതാണ്. കോൺ ബോറർ ആയിക്കോട്ടെ ആമീബം ആയിക്കോട്ടെ ഓരോന്നിനും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ജീൻ വരുന്നത്. ഇതെന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്. ആനിമൽ ദാറ്റ് ഹാഡ് their DNA manipulated to possess and express an extra gene code. ഇതിനെ നമ്മൾ പറയുന്നതാണ് ട്രാൻസ്ജെനിക് ആനിമൽസ്. ഇങ്ങനെ പല രീതിയിൽ ക്വസ്റ്റ്യൻ വരും. എങ്ങനെയാണേലും എന്ത് ചെയ്യണം? ആൻസർ ചെയ്യാൻ ഈ ഒരു ഭാഗം പഠിച്ചു വെക്കണം കേട്ടോ.
Following figure represent maturation of pro-insulin to insulin. 1, 2 and 3 തന്നിട്ടുണ്ട്. How did Eli Lilly company overcome the problem associated with insulin production? എങ്ങനെയാണ് ഇത് നമുക്കറിയാം. ഇത് എ പെപ്റ്റൈഡ് ആണ്, ബി പെപ്റ്റൈഡ് ആണ്, സി പെപ്റ്റൈഡ് ആണ്. എങ്ങനെ എലി ലിലി ഇതിനെ ഓവർകം ചെയ്തു നമ്മൾ പഠിച്ചതാണ്. എ ചെയിനെയും ബി ചെയിനെയും സെപ്പറേറ്റ് ആയിട്ട് അവർ കൾച്ചർ ചെയ്തെടുത്ത് പിന്നീട് എന്ത് ചെയ്യുന്നു, ഇവർ ഡൈസൾഫൈഡ് ബോണ്ട് വഴി ഇതിനെ ബൈൻഡ് ചെയ്ത് വരുവാണ്. സോ ചെയിൻ എ ആൻഡ് ബി പ്രൊഡ്യൂസ് സെപ്പറേറ്റ്ലി ആൻഡ് ആർ എക്സ്ട്രാക്റ്റഡ് കമ്പൈൻഡ് ബൈ ക്രിയേറ്റിംഗ് ഡൈസൾഫൈഡ് ബോണ്ട്. ഇനി expand the term micropropagation and totipotency. The method of producing thousands of plants through tissue culture is called micropropagation. അല്ലേ, നമുക്ക് കുറേ രീതിയിൽ ഏറ്റവും തൗസൻഡ്സ് ഓഫ് പ്ലാന്റ്സിനെ ചെറിയ അല്ലെങ്കിൽ ലാർജ് രീതിയിൽ എന്ത് ചെയ്യുന്നു, കൾച്ചർ ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ ടിഷ്യൂ കൾച്ചർ അല്ലെങ്കിൽ മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ടോട്ടിപൊട്ടൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, കപ്പാസിറ്റി ജനറേറ്റ് ഹോൾ പ്ലാന്റ് ഫ്രം എനി എക്സ്പ്ലാന്റ്. ഒരു ചെറിയ സെല്ലാണ് നമ്മുടെ കയ്യിലെങ്കിൽ ആ സെല്ലിൽ നിന്ന് ഹോൾ പ്ലാന്റിനെ ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ടോട്ടിപൊട്ടൻസി എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടിപൊട്ടൻസി. Define transgenic animals, write any 2 uses. Transgenic animals എന്ന് പറഞ്ഞാൽ they had their DNA manipulated to possess and express extra gene. അല്ലെ, ഒരു പ്രത്യേക ജീൻ എക്സ്ട്രാ അവർക്ക് എന്ത് ചെയ്യാം, എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. യൂസസ് എന്താണ്, നോർമൽ ഫിസിയോളജി ഡെവലപ്മെന്റ് സ്റ്റഡി ചെയ്യാം, സിന്തസിസ് ഓഫ് ബയോളജിക്കൽ പ്രോഡക്റ്റ്, വാക്സിൻ സേഫ്റ്റി, കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിംഗ്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ജെനിക് ആനിമൽസിനെ യൂസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, BT കോട്ടൺ, മെലഡോൺ ഇൻകോഗ്നിറ്റ് എല്ലാം തന്നിട്ടുണ്ട്. BT കോട്ടൺ ക്രൈജീൻ ആണ്, മെലഡോൺ ഇൻകോഗ്നിറ്റ് RNA ഇന്റർഫെറൻസ് ആണ്, ജീൻ തെറാപ്പി ADN ഡെഫിഷ്യൻസി, എലൈസ ആണ്, ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ. ജീൻസ് ഓഫ് ഓർഗാനിസം ക്യാൻ ബി ആൾട്ടേർഡ്. ഓക്കെ, ദെൻ ലിസ്റ്റ് ദ മെറിറ്റ് ഓഫ് GM പ്ലാന്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്കറിയാം ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഇവരെന്തൊക്കെയാണ്, നമുക്ക് ടോളറൻറ്റ്, അബയോട്ടിക് സ്ട്രെസ്, ഡ്രൗട്ട് സ്ട്രെസ്, ഇത്തരത്തിലുള്ള സ്ട്രെസ്സുകളെ പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് GMOs യൂസ് ചെയ്യാം. ഹൈ ഈൽഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഹാർവസ്റ്റ് ലോസ് ഉണ്ടെങ്കിൽ അതിനെ റിക്വയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ആൻഡ് ന്യൂട്രീഷണൽ വാല്യൂ ഓഫ് ഫുഡ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് റിസോഴ്സ് ടു ഇൻഡസ്ട്രീസ്, ഈ രീതിയിൽ നമുക്ക് സ്റ്റാർച്ച്, ഫ്യൂവൽസ്, ഫാർമസ്യൂട്ടിക്കൽസ് ഇങ്ങനത്തെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ GMOs യൂസ് ചെയ്യുന്നതാണ്. സോ ഇത്രയും മെറിറ്റ്സ് എന്ത് ചെയ്യണം, GMOസിലേക്ക് വേണ്ടി പഠിച്ചു വെക്കാം. എക്സ്പ്ലെയിൻ ദ മെത്തേഡ് ഓഫ് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഹ്യൂമൻ ഇൻസുലിൻ പ്രൊഡക്ഷൻ ബൈ എലി ലില്ലി. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. A and B ചെയിൻ ഓഫ് ഹ്യൂമൻ ഇൻസുലിൻ ആർ പ്രിപ്പയർഡ് ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ പ്ലാസ്മിഡ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈക്വളൈ പ്ലാസ്മിഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അവിടെ നിന്ന് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, റെപ്ലിക്കേറ്റ് ചെയ്തെടുക്കുന്നു, സെപ്പറേറ്റ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്യുന്നു. എന്നിട്ടോ ഡൈസൾഫൈഡ് ബോണ്ട് വഴി നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ അതിനെ ബൈൻഡ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അടുത്തത്, given below is a palindromic nucleotide sequence in a DNA or EcoR1 enzyme cut DNA. അല്ലെ, ഇപ്പോൾ ഈ GATTC എവിടെയാണ് ഇതിനെ കട്ട് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. സോ പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, illustrate how EcoR1 may cut in the given nucleotide sequence, write the significance of sticky ends on DNA എന്നാണ്. നമുക്കറിയാം പാലിൻഡ്രോമിക് സീക്വൻസ് ഇൻ DNA എന്ന് പറഞ്ഞാൽ ബേസ് പെയർ അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുന്നത് ഒരേപോലെ വായിക്കുന്നതിനെയാണ്. EcoR1 എങ്ങനെയാണ്, GAATTC ആണെങ്കിൽ G and A നമ്മൾ പറയും ഒരു സ്പെസിഫിക് സീക്വൻസ് നമ്മൾ എടുക്കുമ്പം ആ സ്പെസിഫിക് സീക്വൻസിന്റെ ഇടയിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, സീക്വൻസിന് വേണ്ടി നമ്മൾ അതിനെ കട്ട് ചെയ്യുന്നത്. ആൻഡ് സീക്വൻസ് എന്തിനാണ്, ഇറ്റ് ഹെൽപ്പ് ഈസി ജോയിനിങ് ഓഫ് കട്ട് ചെയ്ത എൻഡിനെ ഈസി ആയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് അവിടെ സ്റ്റിക്കി എൻസുകൾ ഉള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്ലിനിക്കൽ ജീൻ തെറാപ്പി വാസ് ഗിവൺ ഇൻ 1990 ടു എ 4-year ഗേൾ വിത്ത് അഡിനോസിൻ GMNase ഡെഫിഷ്യൻസി. ജീൻ തെറാപ്പി എന്താണ്, ദ സ്റ്റെപ്പ് ഇൻവോൾവ് ഇൻ ജീൻ തെറാപ്പി. ജീൻ തെറാപ്പി വന്നാൽ ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് മെത്തേഡ് ദാറ്റ് അലൗ കറക്ഷൻ ഓഫ് ദി ജീൻ ഡിഫക്ട്. അല്ലെ, ഒരു ജീനിനെ കറക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്, ജീൻ തെറാപ്പിയിൽ എങ്ങനെയാണ് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് നടത്തുന്നത്. ലിംഫോസൈറ്റ് ഫ്രം പേഷ്യൻസ് ആർ ഗ്രോ ഇൻ കൾച്ചർ ഔട്ട്സൈഡ് ദ ബോഡി ആൻഡ് ഫങ്ഷണൽ DNA. Complementary DNA is introduced to this lymphocyte, which are returned to the patient. This is to be repeatedly periodically for permanent cure. Gene isolated from marrow cell produce ADA is to be introduced in the cell at early embryonic stage. അപ്പം നമുക്ക് ഡിഫക്റ്റ് ആയിട്ടുള്ള ജീനെ കണ്ടെത്തുകയും ആ ഒരു കറക്ഷൻ ജീനെ എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ് ജീൻ തെറാപ്പി വഴി ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ADA ഡെഫിഷ്യൻസി ചെയ്തത് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ, എൻസൈം ലിങ്ക്ഡ് തെറാപ്പീസ് ഒക്കെയാണ്. അപ്പം ജീൻ തെറാപ്പി എന്താണെന്നും ഫസ്റ്റ് അത് ചെയ്ത് നമ്മൾ ADA ഡെഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടായിരുന്നു ആദ്യമായിട്ട് ഈ ഒരു മെത്തേഡ് ചെയ്ത് നിന്നും കൂടെ പഠിച്ചു വെക്കുക. സോ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് മിസ് വീണ്ടും വരുന്നതാണ്.
അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ എക്സാം എഴുതണം, ഫുൾ കോൺഫിഡൻസിൽ എക്സാം എഴുതുക. ഞാൻ നേരത്തെ തന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഓൾ ദി ബെസ്റ്റ്, ബൈ.